ആര്യ, ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ വരെ ഈ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ അല്പസമയത്തിന് ഉള്ളിൽ തന്നെ ഈ മഴ ശമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വരും മണിക്കൂറുകളിൽ മഴയും അതുപോലെ തന്നെ കാറ്റും ശക്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതും. ഈ രാവിലെ, അതായത് ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ നഗരത്തിൻ്റെ പലയിടങ്ങളിലും ചെറിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. രാവിലെ ഇടപ്പള്ളി ടോളിലെ PP മരക്കാർ റോഡിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. മിക്ക വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എറണാകുളം സൗത്തിലും അതുപോലെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തേവര ഭാഗത്താണ്. ഈ കാണുന്നത് പോലെ തന്നെ നഗരത്തിൻ്റെ ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ട്. ഇനിയും മഴ ശക്തമായാൽ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് ഒക്കെ തന്നെയും ഈ രൂക്ഷമാകാനുള്ള സാഹചര്യമൊക്കെ തന്നെയുണ്ട്. പെരിയാർ അതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ തീരങ്ങളിലൊക്കെ തന്നെയും ഈ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മലയോര മേഖലകളിലൊക്കെ തന്നെയും കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ തവണത്തെ മഴയിൽ കാറ്റായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പെയ്ത മഴയിൽ അത്ര കാറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മാത്രമല്ല, ഈ പൂയംകുട്ടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് നിറയാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇരു കരയിലേക്കുമുള്ള യാത്ര ദുഷ്കരമാകും എന്നൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ തീരദേശ മേഖല വിവരങ്ങളാണ് സ്നേഹമോൾ നൈനാൻ നൽകുന്നത്. നമ്മൾ വിവിധ ജില്ലകളിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട സാഹചര്യം, ഗൗരവതരമായ സാഹചര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണോ.